ബുക്സ് പബ്ലിക്കേഷൻസ് വൈവിധ്യവൽക്കരണത്തിലേക്ക്. പ്രശസ്ത ചിന്തകനും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ആനന്ദാശ്രമം കാഞ്ഞങ്ങാടിന്റെ സ്ഥാപകനുമായ ശ്രീകാന്തിന്റെ 4ാം സ്മൃതി ദിനത്തിലാണ് ഇന്റഗ്രൽ ബുക്ക് പുസ്തക പ്രസ്ഥാന രംഗത്ത് വൈവിധ്യവൽക്കരണത്തിന് സജ്ജമായത്. പ്രശസ്ത ചിന്തകനും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ആനന്ദാശ്രമം കാഞ്ഞങ്ങാടിന്റെ സ്ഥാപകനുമായ ശ്രീകാന്തിന്റെ 4ാം സ്മൃതി ദിനത്തിൽ ഇന്റഗ്രൽ ബുക്സ് പുസ്തക പ്രസ്ഥാന രംഗത്ത് വൈവിധ്യവൽക്കരണത്തിന് സജ്ജമായി. ഭാരതീയ തത്വചിന്തയെ ആധുനിക സയൻസിന്റെ പശ്ചാത്തലത്തിൽ അപഗ്രഥിക്കുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലുമുള്ള വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ മാത്രമായിരുന്നു ഇതിനോടകം ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ സാഹിത്യം, ശാസ്ത്രം, തത്വചിന്ത, യാത്രാവിവരണം, നിരൂപണം തുടങ്ങി വിവിധങ്ങളായ പുസ്തകങ്ങൾ ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുവാനുള്ള ദൗത്യമാണ് ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് ചെയർമാൻ ഡെന്നി അമൃതഗിരി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് രാമനഗരം ശ്രീരാമക്ഷേത്രത്തിന് സമീപത്തുള്ള സൗകര്യപ്രദമായ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. ആനന്ദാശ്രമം മഠാധിപതി പൂജനീയ മുക്താനന്ദ സ്വാമിജി ഭദ്രദീപം കൊളുത്തി ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ശരീരം കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അമ്മയുടെ വയറ്റിൽ തരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഇല്ല. നമ്മുടെ ശരീരം നിലനിൽക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാം പ്ലാൻ ചെയ്യില്ലേ? അതുമാതിരി എന്തെങ്കിലും ചെയ്തോ? ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, നിൽക്കാനുള്ള ഭൂമി, സഞ്ചരിക്കാനുള്ള സ്പേസ്, ജീവൻ നിലനിർത്തുന്ന ചൂട്, സൂര്യൻ, മഴ, വൃക്ഷങ്ങൾ, ലോഹങ്ങൾ, ധാതുക്കൾ, പച്ചക്കറികൾ, പഴങ്ങൾ ഏതെങ്കിലും നമ്മൾ കൊണ്ടുവന്നു? ഏതെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തോ? അപ്പോഴാണ് നമ്മൾ ഈ നാരീകരണം നമ്മൾക്ക് നമ്മൾ അയച്ച ഒരു ശക്തിയുണ്ട്. വെറുതെ അയക്കുമോ? ഓരോരുത്തർക്കും ഓരോ ദൗത്യവും കൊടുക്കും. ഈ ദിശയിൽ കാണുമ്പോഴാണ് ഓരോരുത്തരുടെ ജോലി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് സാറിന് കൊടുത്ത ജോലിയായിരുന്നു അതിൽ കൂടെ പ്രകാശിക്കുന്നത്. അതിനാണ് ആ ഒരു ജന്മം കൊടുത്തത്. നമ്മളൊരു വ്യക്തിയായിട്ടല്ല കാണുന്നത്. സർവേശ്വരൻ്റെ ദൗത്യം നമ്മളിൽ എല്ലാവരിലും പ്രകാശിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തും പ്രകാശിക്കും. ആ ദൗത്യം ഇന്ന് അനുസ്യൂതം തുടരാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള അടുത്ത തലമുറയും പ്രചോദനം കൊടുത്ത് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ഇന്റഗ്രൽ ബുക്സായിട്ട് നമ്മൾ ചേരുമ്പോൾ, ഇന്ത്യൻ ബുക്സിന് വേണ്ടി ആവുന്നത് ചെയ്യുമ്പോൾ, ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും വന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്. ചടങ്ങിൽ ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ഡയറക്ടർ ജ്യോതിഷ ഡെന്നി അമൃതഗിരി, കോർഡിനേറ്റർ നിഷാന്ത് വീട്ടി, മാനേജർ ഉണ്ണി കാട്ടുകുളങ്ങര, ശ്രീകാന്തം സ്മൃതി സമിതി പ്രവർത്തകരായ വാമനൻ നായർ, രമേശൻ പുതിയകണ്ഠം, ദിനേശ് മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ശ്രീകാന്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.